ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ PYQ ഡിഗ്രി പ്രിലിം സെക്കൻഡ് സ്റ്റേജിൻ്റെ കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ, ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക. ഓപ്ഷൻ ബി, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക. ഓപ്ഷൻ സി, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് എന്താണ്? ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ഓപ്ഷൻ എ, ഗ്രാമപഞ്ചായത്തുകൾ. ഓപ്ഷൻ ബി, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഓപ്ഷൻ സി, ബ്ലോക്ക് സമിതികൾ. ഓപ്ഷൻ ഡി, ജില്ലാ ആസൂത്രണ സമിതികൾ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ADS, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്കാണ് 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ, ബ്ലൂ ഹൈഡ്രജൻ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി, കൽക്കരി അടിസ്ഥാനമാക്കിയുള്ള ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ സി, ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. ഓപ്ഷൻ ഡി, പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ, ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ, ശ്രീനിവാസ് ഇഞ്ചൈറ്റി. ഓപ്ഷൻ ബി, പീയൂഷ് ഗോയൽ. ഓപ്ഷൻ സി, ഹർഷവർദ്ധൻ ചിറ്റാലെ. ഓപ്ഷൻ ഡി, ഭൂപേന്ദർ ഗുപ്ത. ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പീയൂഷ് ഗോയലാണ് നമ്മുടെ മൈൻസ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് 2025. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ എ, വിരാട് കോഹ്ലി. ഓപ്ഷൻ ബി, മഹേന്ദ്ര സിംഗ് ധോണി. ഓപ്ഷൻ സി, രോഹിത് ശർമ്മ. ഓപ്ഷൻ ഡി, ശിഖർ ധവാൻ. ആരാണ്? ഓപ്ഷൻ ബി, മഹേന്ദ്ര സിംഗ് ധോണിയാണ് നമ്മുടെ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. അടുത്ത ക്വസ്റ്റ്യൻ, ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ എ, ലിയാണ്ടർ പേസ്. ഓപ്ഷൻ ബി, രോഹൻ ബൊപ്പണ്ണ. ഓപ്ഷൻ സി, മഹേഷ് ഭൂപതി. ഓപ്ഷൻ ഡി, സുമിത് നാഗൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലിയാണ്ടർ പേസ് ആണ് ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ, ലിയാണ്ടർ പേസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ, ഒക്ടോബർ 13. ഓപ്ഷൻ ബി, നവംബർ 15. ഓപ്ഷൻ സി, സെപ്റ്റംബർ 13. ഓപ്ഷൻ ഡി, ഒക്ടോബർ 31. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഒക്ടോബർ 13 ആണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഓപ്ഷൻ എ, തിരുവഞ്ചിക്കുളം ക്ഷേത്രം. ഓപ്ഷൻ ബി, തിരുവേഗപ്പുറ ക്ഷേത്രം. ഓപ്ഷൻ സി, കല്ലിൽ ക്ഷേത്രം. ഓപ്ഷൻ ഡി, തൊടിക്കളം ക്ഷേത്രം. ഓപ്ഷൻ സി ആണ്, കല്ലിൽ ക്ഷേത്രമാണ് ഒരു ഗുഹാക്ഷേത്രം. ഇന്നത്തെ PYQ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ കാണുന്നവർ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് തുടർന്നും വീഡിയോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.